തത്വാധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പ് നയമൊന്നും ആയിരിക്കില്ല UDF-നെ കുറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കനകോലു എഫക്റ്റ് വളരെ പ്രധാനമാണ്. കനകോലുവിൻ്റെ ഉദ്ദേശം കൂടി തേടിയിട്ടേ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനമെടുക്കൂ. ജയിക്കുക, ഏത് വിധേനയും ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പാലക്കാട് കോൺഗ്രസ്സിന് തീരെ ഇലക്ട്രൽ പ്രാതിനിധ്യമില്ലാത്തൊരു ജില്ലയാണ്. അപ്പോൾ അവിടെ ലോക്സഭയിലൊക്കെ മത്സരിച്ച് ജയിക്കുമെങ്കിലും അസംബ്ലി സീറ്റിലെടുത്ത് എത്ര സ്ഥലത്തുണ്ട്? പാലക്കാട് സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചെടുത്താണ്. ഇത്തവണ അത് കിട്ടുമെന്ന് അറിയില്ല. BJP കൊണ്ടാനാണ് സാധ്യത കൂടുതൽ. ഒരിടത്തുമില്ല. പിന്നെയുള്ള ലീഗാണ് മണ്ണാർക്കാട്. അപ്പോൾ എന്നാൽ നേരത്തെ അവിടെ ജയിച്ചു പോകുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ നെന്മാറ പോലുള്ള മണ്ഡലങ്ങൾ ജയിച്ചിട്ട് ചിറ്റൂര് ജയിച്ചിട്ടുണ്ട്. പിന്നെ ജയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏത് വിധേനയും ജയിക്കുക, സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ PK ശശി ഒരു ഓപ്ഷനാണോ? അവരുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വരുവാണ്. ശശിയെ സംബന്ധിച്ച് ശശിക്ക് ജനപിന്തുണയുള്ളൊരു നേതാവാണ് അദ്ദേഹം. ജനങ്ങളറിയുന്ന ജനപിന്തുണയുള്ള നേതാവാണ്. അപ്പോൾ മണ്ണാർക്കാടാണെങ്കിലും ഒറ്റപ്പാലത്താണെങ്കിലും ഷൊർണൂരാണെങ്കിലും ഈ 3 മണ്ഡലങ്ങളിലും ശശി ഒരു ഘടകമാണ്. അയാൾ നല്ലതോ ചീത്തയോ, നല്ല നേതാവോ മോശം നേതാവോ ഒന്നും അല്ല കാര്യം. അവിടെ വോട്ട് കിട്ടാൻ അയാളൊരു ഘടകമാണ്. അത് CPM തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാതിരുന്നത്. ശശിയെ ഇതുവരെയും പുറത്താക്കാതിരുന്നത് കൊണ്ടാണ്. പിന്നെ കോൺഗ്രസ് എനിക്ക് തോന്നുന്നില്ല UDF മെമ്പറാക്കുമെന്നോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു വിമത CPM ഗ്രൂപ്പിന് RMP പോലെ UDF-ൻ്റെ അസോസിയേറ്റ് ആക്കുമെന്നോ ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശി മത്സരിക്കുകയാണെങ്കിൽ അവിടെ പിന്തുണ കൊടുത്തുകൊണ്ട് മത്സരരംഗത്ത് മാറി നിൽക്കാനാണ് സാധ്യത. അപ്പോൾ CPM-നെ സംബന്ധിച്ച് LDF-നും CPM-ൻ്റെ ഒരു സീറ്റെങ്കിലും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതായിരിക്കും. ഇനി UDF-ലെടുക്കുകയോ UDF പരസ്യമായി പിന്തുണയ്ക്കുകയോ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി ഉണ്ടാക്കുകയോ കോൺഗ്രസ് അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ ജിമ്മി പറഞ്ഞ പീഡനാരോപണം അത് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവനായും കോൺഗ്രസ് ഏറ്റവും ശക്തമായി CPM-നെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഘടകമാണ് ശശിക്കെതിരെയുള്ള പീഡന പരാതി. അത് അവരെ വിഴുങ്ങേണ്ടി വരും. ആ വിഴുങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ സമയത്ത് പ്രത്യേകിച്ചും അത് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാനാണ് സാധ്യത. പകരം അവരെന്ത് ചെയ്യും? പുറത്തു നിന്ന് പിന്തുണയ്ക്കും. ഇപ്പോൾ RMP-യൊക്കെ കൂടെ കൂട്ടിയ പോലെ അത്ര പോലും ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി ഒരു അസോസിയേറ്റ് മെമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്തുണയൊക്കെ പറഞ്ഞുകൊണ്ട് ശശിയെ മത്സരിക്കും. അത് പറയേണ്ടി വരും. പക്ഷേ അവരത് ചെയ്യാനുള്ള കാരണം അത് മറ്റ് ചില മണ്ഡലങ്ങൾ കൂടി കോൺഗ്രസ്സിന് അനുകൂലമാക്കി മാറ്റുമെന്നുള്ള തിരിച്ചറിവിലാണ്. അങ്ങനെ വലിയ തത്വാധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പ് നയമൊന്നും ആയിരിക്കില്ല UDF-നെ കുറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കനകോലു എഫക്റ്റ് വളരെ പ്രധാനമാണ്. കനകോലുവിൻ്റെ ഉദ്ദേശം കൂടി തേടിയിട്ടേ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനമെടുക്കൂ. ജയിക്കുക, ഏത് വിധേനയും ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.